ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ക്വസ്റ്റ്യൻ, അതായത് എക്സ്പ്ലെയിൻ ദ ഇഷ്യൂസ് ഇൻ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ, 3 മാർക്കുണ്ട്. ഇതിൻ്റെ ആൻസറാണ് നോക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഇതാ ഈ രണ്ടെണ്ണമാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ഡെഡ് ലോക്ക് ഹാൻഡ്ലിംഗ് അപ്രോച്ച് ചൂസ് ചെയ്യുമ്പം അതിൽ അഡ്രസ്സ് ചെയ്യുന്ന 2 ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ എക്സിസ്റ്റിംഗ് ഡെഡ് ലോക്കിനെയും എന്ത് ചെയ്യണം, ഡിറ്റക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഡിറ്റക്ട് ചെയ്ത ഡെഡ് ലോക്കിനെ അങ്ങനെ ചുമ്മാ വിട്ടാൽ മതി. ഡിറ്റക്ട് ചെയ്ത ഡെഡ് ലോക്കിനെ എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കണം. സോ ഇതാണ് 2 ഇഷ്യൂസ്. ഓക്കെ, ഈ ഡെഡ് ലോക്ക് ഡിറ്റക്ഷനിൽ വരുന്നത്. പിന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വെയിറ്റ് ഫോർ ഗ്രാഫ് എങ്ങനെ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ യൂസ് ചെയ്യാം. 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറും വളരെ എളുപ്പം. അതായത് അത് നിങ്ങൾ എഴുതേണ്ടത് വെയിറ്റ് ഫോർ ഗ്രാഫ് എന്താണെന്നോ. വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാ, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ, അതായത് നിലവിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് ഒരു ഡയറക്റ്റഡ് ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുക, വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറയുക. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഇപ്പോൾ ഉള്ള ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിന്, അവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഇപ്പം അതിലുള്ള പ്രോസസ്സിനെ നമ്മൾ ആ ഗ്രാഫിലെ നോഡ്സ് ആയിട്ടും, പിന്നെ ഇപ്പം ഡിപ്പെൻഡൻസീസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സിൻ്റെ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്റ്റഡ് എഡ്ജ് വെച്ചായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ ഇത് എങ്ങനെയാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഗ്രാഫ് കണ്ടോ, ഇവിടെ ഇപ്പം P1, അതായത് ഈ ഒരു പ്രോസസ്സ് P11 ഉദ്ദേശിക്കുന്ന സൈറ്റ് 1-ലെ P1 എന്ന് പറയുന്ന പ്രോസസ്സ്, P2 എന്ന് പറയുമ്പോൾ സൈറ്റ് 1-ലെ P2 എന്ന് പറയുന്ന പ്രോസസ്സ്, അങ്ങനെ. അപ്പം ഈ P11 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൈറ്റ് 2-ലെ P32-ലെ റിസോഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിന് ആവശ്യമുണ്ട്, അത് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഓരോ പ്രോസസ്സും മറ്റൊരു പ്രോസസ്സിൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണിക്കണേറ്റ് ഈ എഡ്ജിൽ. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്ത് കണ്ടു, ഒരു ഡയറക്റ്റഡ് സൈക്കിൾ. അതായത് ഇങ്ങനെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ, അതായത് ഇപ്പം ഈ ഒരു P21 എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, P24-ലെ ഒരു റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, P24, P54, അങ്ങനെ ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്തില്ലേ. അപ്പോൾ ഇങ്ങനൊരു സൈക്കിൾ നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ ഫോം ചെയ്യുകയാണെങ്കിൽ, വെയിറ്റ് ഫോർ ഗ്രാഫിൽ ഇങ്ങനൊരു സൈക്കിൾ ഫോം ആയാൽ നമ്മൾ എന്ത് പറയും, നമ്മുടെ സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക് ഉണ്ട് എന്ന് പറയും. ഓക്കെ, സോ എ സിസ്റ്റം ഇസ് ഡെഡ് ലോക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ ഡയറക്റ്റഡ് സൈക്കിൾ ഓർ നോട്ട് ഇൻ ദ വെയിറ്റ് ഫോർ ഗ്രാഫ്. സോ ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ ഇപ്പോൾ ഡെഡ് ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഡെഡ് ലോക്ക്, അതായത് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെഡ് ലോക്ക് ഉണ്ടായി എന്ന് പറയാം. സോ ഇതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. സോ ചോദിച്ചാൽ ഈ ഒരു എക്സ്പ്ലനേഷനും എഴുതണം. പിന്നെ ഇതുപോലെ ഇത്ര ടഫ് ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു നമ്മൾ മറ്റേ OS പഠിച്ച പോലെ P1 P2 അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി കാണിച്ചാൽ മതി. ഇങ്ങനെ എളുപ്പത്തിൽ കാണിച്ചാൽ മതി. ഒരു 3-4 പ്രോസസ്സ് നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ ലൈക്ക് ഒരു റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് സിസ്റ്റത്തിൽ വരക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഗൂഗിളൊക്കെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇമേജസ് എല്ലാം കാണാം. ഓക്കെ, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. ഓക്കെ, വളരെ എളുപ്പമുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്.